ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിത്തെ ക്ലാസ് ആയിരിക്കണമെന്ന് കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഈ ചിന്തിക്കുന്ന ഒക്കെ പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം ഒരാളെ എന്നോട് പറയുന്നുണ്ട്, പാസ്റ്റർ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ല, കാരണം ഏതാ ഇമ്പോർട്ടൻസ് എന്നുള്ള വെളിപ്പെടുത്തലെന്ന് പറഞ്ഞു. വളരെ നല്ലൊരു ഒരു കാര്യമാണ് പറഞ്ഞു വന്നത്. എങ്കിലും ഇന്നത്തെ ക്ലാസ് വളരെ വാല്യുബിളാണ്. ഓക്കെ, പ്രാർത്ഥനയോടുകൂടെ കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എബ്രായലേഖനം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. 1 to 11. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ പ്രത്യേക ക്ലാസ്സുകൾ നമ്മൾ സബ്ജക്റ്റ് വൈസ് നമ്മൾ പഠിച്ചത് കൊണ്ട് വാക്യം പ്രതി വാക്യമായിട്ട് നമ്മൾ എടുത്ത് പഠിച്ചില്ല എങ്കിലും ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ പ്രധാനമായിട്ട് ശബത്ത് എന്നുള്ള അനുഭവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വേദപുസ്തകത്തിൽ 5 വിധ ശബത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് എങ്ങനെ ആർക്ക് ആ ശബത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും, അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ബാക്കി എല്ലാ ക്ലാസ് മറന്നാലും അത് മറക്കരുത്, കാരണം അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അത് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഒരു പ്രവൃത്തി വളരെ ആവശ്യമാണ്. ഇന്ന് രാത്രി തുടർന്നുള്ള വിഷയത്തിൽ കടന്നു വന്ന് ചിന്തിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. അതിൻ്റെ 11-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാമത്തെ വാക്യം. വേദപുസ്തകം എല്ലാവരും എടുക്കുക. എബ്രായലേഖനം 4-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 4. എബ്രായലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, തുടർന്ന് 2-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ചാട്ട്. 2-ാമത്തെ വാക്യം കൂടെ, വേഴ്സ് 2. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് ആർക്ക് ശബത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും, ശബത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ എന്താണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഒരു വിഷയം ഇതാണ്. ശബത്തിലേക്ക് ആരെല്ലാം കടന്നു ചെല്ലുവോ അവരെല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ പ്രവൃത്തിയാണ് അവരെ ശബത്തിലേക്ക് കടത്തുവാനായിട്ട് ചെയ്തത്. അതുകൊണ്ട് ശബത്തിലേക്ക് ആർക്ക് കടന്നു, സ്വസ്ഥതയിലേക്ക് ആര് കടക്കുവാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പ്രവൃത്തിക്ക് 3 ക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞു, അവിടെ 11-ാമത്തെ വാക്യപ്പാര പറയുന്നു, അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിനോ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അപ്പോൾ നാം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ടതിനോ നാം ഉത്സാഹിക്കണം. എന്തുകൊണ്ടാണ് ഉത്സാഹിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഇതാണ്. കർത്താവായ ദൈവം അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് പറയുന്നു, ആരും സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്, അനുസരണക്കേണ്ട സമദൃഷ്ടത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അങ്ങനെയെങ്കിൽ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. അഥവാ സാധാരണ ഒരു ജീവിതം നയിക്കുന്നവർക്ക് ഈ സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്താണ് സ്വസ്ഥതയെന്നോ നിങ്ങൾ മനസ്സിലാക്കിയ സ്വസ്ഥത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്ത് കടന്നു വരുമ്പോൾ യേശുവിനോടുകൂടെ ആയിത്തീരുക, യേശുവിനോടുകൂടെ കടന്നു ചെല്ലുക, യേശുക്രിസ്തുവിനോടുകൂടെ ആകുക. അതാണ് ഒരു ദൈവപൈതലിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്. ആ സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ നമുക്കൊരു ഉത്സാഹം ആവശ്യമാണ്, നമുക്ക് ഒരു പ്രവൃത്തി ആവശ്യമെന്ന് നമ്മളെ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പിച്ചു. അതിന്റെ പശ്ചാത്തലം എന്നോട് പറയുകയാണ്, നാം അതിനുവേണ്ടി ഉത്സാഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ട് നാം ഉത്സാഹിക്കണം? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഉത്സാഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് 2-ാം വാക്യം പറയുന്നത്. കുഞ്ഞുങ്ങള് വളരെ ക്വയറ്റായിട്ടിരിക്കുക. 2-ാമത്തെ വാക്യം പറയുന്നു, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ശ്രദ്ധിക്കുക, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്വത്തവണ്ണം വീഴാതിരിപ്പാൻ, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കുക എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ആ സ്വസ്ഥതയിലേക്ക് കടക്കേണ്ടതിന് ഒരു ആവശ്യം, കടക്കേണ്ടതിനോ ഉത്സാഹിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് മുൻപേ ഒരു
ഒരു കൂട്ടര് ആ സ്വസ്ഥതയിൽ കടക്കുവാനുള്ള ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ അനുസരണക്കേട് കൊണ്ട് അവർക്കത് നഷ്ടമായി. അങ്ങനെയെങ്കിൽ നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ ആ സ്വസ്ഥതയിലേക്ക് നമുക്കും പ്രവേശിക്കുവാൻ പറ്റാതെ വന്നേക്കും. അപ്പോൾ സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ ഉത്സാഹിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് എന്താണ് അവരുടെ ജീവിതത്തിൽ അന്ന് പറ്റിയ വീഴ്ച? എന്താണ്? എന്തുകൊണ്ട് അവർ വീഴുവാനായിട്ടിടയായിത്തീർന്നു? അഥവാ എന്തുകൊണ്ട് അവർ ശബത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ടിടയായിത്തീർന്നില്ല? അതിന്റെ കാരണം അവിടെ പറയുന്നത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ. രണ്ടാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എന്നാൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഉത്സാഹിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, വചനം അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അപ്പോൾ നേരത്തെ കടക്കാൻ പറ്റാതെ പോയവര്, അഥവാ സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ പറ്റാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് വിശ്വാസമായി തീരുവാനിടയായില്ല. എന്ത് വിശ്വസിച്ചില്ല? ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തില് വിശ്വാസമായി മാറിയില്ല. ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തില് വിശ്വാസമായി തീർന്നില്ല. ദൈവത്തിന്റെ വചനം അവർക്ക് വിശ്വസിക്കുവാൻ പറ്റാതിരുന്നത് കൊണ്ട്, അഥവാ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചത് കൊണ്ട് ഇവരെല്ലാവരും സ്വസ്ഥതയിൽ കടക്കുവാൻ ഇടയില്ലാത്തവരായി തീർന്നു. അപ്പോൾ സ്വസ്ഥതയെ കടക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ അത് ചിന്തിച്ച വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, 3rd chapter verse number 19. എന്തുകൊണ്ട് അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല? അവിശ്വാസം നിമിത്തം. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന ഓരോ പോയിന്റ്, ഓരോ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. എന്താണ് അവിശ്വാസം എന്നവിടെ പറഞ്ഞത്? മുൻപേ നമ്മൾ മനസ്സിലാക്കി, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അവർക്ക് അവിടെ കടന്നു ചെല്ലുവാൻ പറ്റിയില്ല. കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല എങ്കിൽ അത് മറ്റൊരു വിധത്തിലേക്കാണ് അത് മാറ്റപ്പെടുന്നത്. അവിശ്വാസത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഈ അവിശ്വാസം എന്തിനെ കൊണ്ടുവരുന്നു? അവിടെ നെക്സ്റ്റ് പറയുന്നു, അനുസരണക്കേടിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അവിശ്വാസം അനുസരണക്കേടിനെ കൊണ്ടുവരുന്നു, വിശ്വാസം അനുസരണത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ അകത്ത് സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണം. ശ്രദ്ധിക്കണമേ നിങ്ങൾ, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനമാണ് വിശ്വാസമായി പരിണമിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്ത ആ അരുളപ്പാടിനെ വിശ്വസിക്കുവാനല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരവും ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരവും നമ്മോട് സംസാരിച്ചു. വാക്യവതാന്ന് ഓർമ്മയുണ്ടല്ലേ? ഏതാ? 1:1. ഏത് പശ്ചാത്തലത്തിലാണ് പഠിച്ചേ? ഏത് പശ്ചാത്തലത്തിൽ നമ്മൾ പഠിച്ചത്? കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവൻ. ആ വാക്ക് ഭാഗത്തു നിന്നുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ദൈവം ഡയറക്ട്ലി എല്ലാവരോടും സംസാരിക്കുകയല്ല ചെയ്തത്. പിന്നെയോ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. അഥവാ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. അത് ഒരു പ്രത്യേകമായിരിക്കുന്ന റെവലേഷൻ കിട്ടി, ഒരു പ്രത്യേകമായിരിക്കുന്ന വിധത്തിൽ ദൈവികമായിരിക്കുന്ന അരുളപ്പാട് പ്രാപിക്കുന്നത് മാത്രമല്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. നമ്മുടെ കരങ്ങൾ കിട്ടിയിരിക്കുന്ന മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്. അഥവാ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ സദ്വർത്തമാനം കേട്ടു, അവരെ പോലെ നാമും അത് കേൾക്കുക. ഇസ്രായേൽ മക്കൾ എങ്ങനെ സദ്വർത്തമാനം കേട്ടു? ദൈവത്തിൽ നിന്ന് മോശ പ്രാപിച്ച് മോശ ജനത്തോട് അഹരോൻ മുഖാന്തരമായി സംസാരിച്ചു. അപ്പോൾ ജനം കാണുന്നതും കേൾക്കുന്നതും അഹരോന്റെ ശബ്ദമാകുന്നുവെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ആ വചനത്തിന്
വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു കേൾക്കുന്ന വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെ പോലെ നാമും ഇന്ന് ജീവിക്കുന്ന നമ്മളും ദൈവത്തിന്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. എന്തായിരിക്കണം ഈ വചനത്തിന്റെ പ്രാധാന്യം? വേദപുസ്തകം പഠിപ്പിക്കുന്നു, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ടത് അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വെറുതെ ഇരുന്ന് കേട്ടേച്ച് കടന്നു പോകുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. പിന്നെ എന്താ വേണ്ടത്? അത് വിശ്വാസമായി പരിണമിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല കാണുന്നത്. ആ വചനം മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്, വിശ്വാസം അതിനോടുകൂടെ ചേർക്കണം. കേൾക്കുന്ന വചനം വിശ്വാസമായി ചേർത്താണ് പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. മലയാളം ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന് ട്രാൻസ്ലേഷൻ പ്രകാരമാണ് കേട്ട വചനം എന്തായി പരിണമിക്കണം? വിശ്വാസമായി തീരണം. അഥവാ കേട്ട വചനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും കേൾക്കുന്ന വചനം എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ വചനം വിശ്വാസത്തോടുകൂടെ ചേർക്കണം എന്ന് പറയുമ്പോൾ അവിടെ മിക്സ് വിത്ത് എന്നുള്ള വേർഡ് പറയുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ്, അതിന്റെ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഇപ്രകാരമാണ്. ആഹാരം നമ്മൾ കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നത് പലപ്പോഴും ലിക്വിഡ് ഫുഡ് ആയിരിക്കത്തില്ല, സോളിഡ് ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് നമ്മുടെ സലൈവ, അതോടൊപ്പം തന്നെ അതിനെ ദഹിപ്പിക്കുന്ന രാസദ്രവ്യങ്ങളൊക്കെ ഒരുമിച്ച് കലർന്ന് അത് മിക്സ് ചെയ്ത് അത് ശരീരത്തിന് അനുഗ്രഹപ്രദമാകുന്നത് പോലെയാണ് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അത് അനുഗ്രഹം കൊണ്ടുവരേണ്ടത്. അല്ല എങ്കിൽ ഈ കേൾക്കുന്ന വചനം നിങ്ങൾ മനസ്സിലാക്കുക, സോളിഡ് ഫുഡ് കഴിച്ചു യാതൊരു മൂവ്മെന്റ്സും ഇല്ല എങ്കിൽ അത് ജീവന് പകരം അത് മരണമായിരിക്കും കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുകയായി പറഞ്ഞത്, ഒന്നുകിൽ ജീവന് അനുഗ്രഹമായി തീരുവാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന വചനം നമുക്ക് മരണത്തിന് കാരണമാകും. ഒന്നുകിൽ അത് ജീവന് കാരണമാകും, അല്ല എങ്കിൽ അത് മരണത്തിന് കാരണമാകും. വന്നിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഒന്നുകിൽ മരണമോ അല്ലെങ്കിൽ ജീവനോ നമ്മൾ വിളിച്ചു വരുത്തുക. എന്താണ് അത് ചെയ്യുന്നത്? എങ്ങനെ ആയിരിക്കണം? എന്തായിരിക്കണം ആറ്റിറ്റ്യൂഡ്? ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തെ അത് എന്റെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കണം. അഥവാ ആ വചനം വിശ്വാസത്തോടുകൂടെ ചേർന്നെങ്കിൽ മാത്രമേ ആ സ്വസ്ഥതയിലേക്ക് ഞാൻ കടക്കൂ. എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമായിട്ട് അവൻ കാലേബ് വേറെ സ്വഭാവമുള്ള മനുഷ്യനെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അതുപോലെ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ അത് വിശ്വാസമായി തീർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ, ദൈവത്തിൽ ഞാൻ പരിപൂർണമായി ചാരണമെങ്കിൽ, ദൈവത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമെങ്കിൽ ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിക്കണം. ശ്രദ്ധിച്ചോദ്യങ്ങളായിരിക്കും. കാരണം ഉയർത്തി അവർ ഹല്ലേലൂയ പറഞ്ഞിട്ട് കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ ആ കേൾക്കുന്ന വചനം നമുക്ക് ദോഷത്തിന് കാരണമാകും. അപ്പോൾ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഒരു വ്യക്തി അത് പറയുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ കേൾക്കുന്ന നമ്മളാണ് അത് എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഇവിടെ കടന്നു വരുന്നത്. എങ്ങനെയാണ് നാം ഇത് കേൾക്കുന്നത്? ആ കേൾക്കുന്നത് എങ്ങനെ എടുത്തു എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനനുസൃതമായിട്ട് അനുഗ്രഹം കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഭാഷയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 1 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കടന്നു വന്നാട്ട് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം, 1 Thessalonians chapter 2 verse number 13, 13-ാമത്തെ വാക്യം. ശബ്ദമേറ്റി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വായിച്ചാട്ട്. ആ വേർഡ് ഇപ്രകാരം പറയുന്നു. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പല ഭാഗങ്ങളുണ്ട്. ഡിഫറെന്റ് ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്താലേ അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നിങ്ങളെല്ലാം കൂടെ ഓട്ടമടിച്ച് പെൻസിൽ കൊണ്ട് മാക്കി വീട്ടിൽ ചെന്ന് ഡിഫറെന്റ് കളർ കൊടുക്കുക. അവിടെ പറയുന്ന ഫസ്റ്റ് വേർഡ് ഇത് പ്രകാരമാണ്: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ വചനമാണ്. ആരാ സംസാരിച്ചത്? അപ്പോസ്തലനായ പൗലോസ്. അഥവാ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാർ നിങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം.
അതിനെ രണ്ട് രീതിയിൽ നമുക്കത് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിൽ നമുക്കതിനെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ വചനമായിട്ടല്ല. അപ്പോൾ ഒന്നാമത് ഏറ്റെടുക്കുന്നത് എന്തായിട്ട് ഏറ്റെടുക്കുന്നത്? ഇതൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഏറ്റെടുക്കുന്നു, ഒരു മനുഷ്യന്റെ വാക്കായിട്ട് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ദാസനായിരിക്കാം, ദൈവത്തിന്റെ വചനമായിരിക്കാം സംസാരിക്കുന്നത്. ആ വചനം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്നത് ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഞാൻ ഏറ്റെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുന്ന വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇത് ഇന്നാള് നമ്മൾ കണ്ടിട്ടില്ലേ? സാധാരണ നമുക്ക് അറിയാം ആ വ്യക്തിയെ ദൈവം അത്ര ഉപയോഗിക്കുന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ഒരു രീതിയിൽ വന്ന് നമ്മുടെ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ആളിനെ അളന്നു കഴിയും. നമ്മളെന്താ പറയുക? ഈ പുള്ളിയാണ്, ഇത്രേ ഉള്ളൂ. എന്നാൽ ഈ വ്യക്തിയുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ ദൈവത്തിന്റെ വചനമാണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും നാം ശോധന ചെയ്യുന്നില്ല, പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ കേൾക്കുന്ന വചനമാണ് നാം കേൾക്കുന്നത്. പക്ഷെ ഞാൻ കേൾക്കുന്ന വചനം മാനുഷിക വചനമായിട്ടല്ല നമ്മളത് എടുക്കുവാനായിട്ട് പോകേണ്ടത്. ഒരു മനുഷ്യൻ സംസാരിക്കുന്നതല്ല എനിക്കും നിങ്ങൾക്കും അതിനോട് ഉണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ്. ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് ആരുമായിക്കൊള്ളട്ടെ, ആ ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ വചനമായിട്ടല്ല ഏറ്റെടുക്കേണ്ടത്. പിന്നെയോ നെക്സ്റ്റ് പറയുന്നു, സാക്ഷാൽ ആകുന്നത് പോലെ. എല്ലാം വിളിച്ചത് പറഞ്ഞാട്ടോ, സാക്ഷാലാകുന്നത് പോലെ. ഒരിക്കൽ കൂടി ശബ്ദമിയത്തെ, സാക്ഷാൽ ആകുന്നത് പോലെ. എങ്ങനെ? ദൈവവചനമായിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. ഒന്നുകിൽ അതൊരു മനുഷ്യന്റെ വാക്കായിട്ട് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ വചനമായിട്ട് ഏറ്റെടുക്കാം. എങ്ങനെയാണ് ഞാൻ അത് ഏറ്റെടുക്കേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ അവരോട് പ്രകാരം പറഞ്ഞു, തെസ്സലോനിക്ക സഭ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവർ കേട്ട, മനുഷ്യന്റെ നാവിൽ കൂടെ കേട്ട ദൈവത്തിന്റെ വചനം അവർ മനുഷ്യന്റെ വാക്കായിട്ടല്ല അവർ ഏറ്റെടുത്തത്, പകരം ദൈവത്തിന്റെ വചനമായിട്ട് ഏറ്റെടുത്തു. സാക്ഷാൽ ആകുന്നത് പോലെ ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് അവർ ഏറ്റെടുത്തു. ദൈവത്തിന്റെ സ്വരമാണ് ഞാൻ കേൾക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി. ദൈവത്തിന്റെ സ്വരമാണ് അവർ കേൾക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ആ വചനത്തിന് ചില പ്രത്യേകമായിരിക്കുന്നതനുസരിച്ചാണ് എന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹം കൊണ്ടുവരുന്നത്. ഇത് തരുന്നതിന് അനുസരണമായിട്ടാണ് ഞാനത് ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ അത് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നുവെന്നുള്ള ആ താല്പര്യത്തോടു കൂടിയാണ് നാം ആയിരിക്കുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നമ്മുടെ ജീവിതത്തിലോ വിശ്വാസമായി പരിണമിക്കും. ഇതിന് നാളുകളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല ആവശ്യമായിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിലോ വിശ്വാസമായി പരിണമിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന് പ്രകാരം പറയുന്നു, റോമർക്കുലേഖനത്തിൽ പറയുന്നു, കേൾവി, വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുകയാണ്. ഞാനും നിങ്ങളും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ ദൈവമേ ഇന്ന് എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഒരു മനുഷ്യനെ നോക്കുവാനല്ല ദൈവത്തെ നോക്കി കടന്നു വരുന്നുവെങ്കിൽ, ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കേൾക്കുന്ന വചനം മനുഷ്യന്റെ വചനമായിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? അത് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിരിക്കും. അത് ആരുമായിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നോ മാറിപ്പോയൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് ആരുമായിക്കോട്ടെ, ദൈവത്തിന്റെ വചനത്തിനോ അതിന് ശക്തിയുണ്ട്. അത് കേൾക്കുന്ന വ്യക്തി അതിന് ശക്തിയില്ല എങ്കിലും ശ്രവിക്കുന്ന ഒരു വ്യക്തി, അത് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് ശക്തിയില്ല എങ്കിലും കേൾക്കുന്ന വ്യക്തി ദൈവത്തിന്റെ വചനമായിട്ട് ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് നമുക്ക് ദൈവശക്തിയാണ്. കരങ്ങളിലെത്തി ഹാലലുയ പറഞ്ഞാട്ടെ.
അപ്പോൾ എന്തായിരിക്കണം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അത് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് നിങ്ങളത് ഏറ്റെടുത്തു. തെസ്സലോനിക്ക സഭയുടെ ഒരു ബെനിഫിറ്റ് അതായിരുന്നു, ആകുന്നത് പോലെ, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ പ്രധാനമായിട്ട് 2 ക്വാളിറ്റി ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ശ്രദ്ധിച്ചോണേ, 2 ക്വാളിറ്റി ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ക്വാളിറ്റി വായിച്ചത് തെസ്സലോനിക്കരുടെ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, വേഴ്സ് 6. ഒന്നാമത് ഉണ്ടാകേണ്ട പ്രത്യേകതയാണ് ദൈവവചനം കേൾക്കുമ്പോൾ അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വേണം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ. നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാകണം. ഉള്ളിൽ ആ സന്തോഷമുണ്ടെങ്കിൽ ഉറക്കം നേരെ ഓടിപ്പോകും. അപ്പോൾ ഉറങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, എന്താ ഇവിടുത്തെ വിഷയം? എന്നാ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നു. ഇവരാരായിരുന്നു? ഒത്തിരി കഷ്ടം അനുഭവിക്കണം. തെസ്സലോനിക്ക സഭ ജാതികളുടെ സഭയിൽ നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികമായിട്ട് കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. യഹൂദ വിശ്വാസികൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നുവോ അതുപോലെ തന്നെ തെസ്സലോനിക്ക രാജ്യം തെസ്സലോനിക്ക വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപദ്രവം അവരനുഭവിച്ചു, ഒത്തിരി പീഡ അവരനുഭവിച്ചു. ഈ പീഡകളുടെ ഒക്കെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരു അവസരം ലഭിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തുവാ? ഈ ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള താല്പര്യം. SMS കിട്ടിയിട്ടല്ല വരേണ്ടത്, ഉള്ളിലെ താല്പര്യം കൊണ്ടാ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരേണ്ടത്. ഉള്ളിൽ താല്പര്യം, ബഹുസന്തോഷത്തോടുകൂടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ. അപ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു, ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ആനന്ദം ഉണ്ടായിരുന്നു. എന്താ അവരുടെ ആനന്ദത്തിന്റെ കാരണം? അവർക്കറിയാൻ, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നത് എൻ്റെ ദൈവത്തിന്റെ സ്വരമാണ്, ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ വന്നിരിക്കുക, ദൈവത്തിന്റെ സ്വരം ഞാൻ കേൾക്കുവാൻ പോകുക. ഒരു ഭാഗത്ത് അവർക്ക് കഷ്ടത ഇഷ്ടം പോലെ ഉണ്ട്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ, ദൈവസന്നിധിയിൽ അവർ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. എന്ത് സന്തോഷമാ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയും ഒരേ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. 2 വ്യത്യസ്ത തുലങ്ങളല്ല അവർ നിൽക്കുന്നത്, ഒരേ രീതിയിൽ അവർ മുൻപോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആത്മനോടിൽ വചനം ഘോഷണം ചെയ്യുമ്പോൾ കേൾക്കുന്ന ജനത്തിന് ഉണ്ടാകേണ്ട ഒരു ലക്ഷ്യം, ഒരു പ്രത്യേകതയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ വചനം നാം കേൾക്കേണ്ടത് ആവശ്യം. അപ്പോൾ വചനം കേൾക്കുവാൻ കടന്നു വരേണ്ടത് വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ, കേട്ട വചനം നമുക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ, കേട്ട വചനത്തിന് കടന്നു വരുമ്പോൾ, കേൾക്കുവാൻ വചനം കടന്നു വരുമ്പോൾ, വചനം കേൾക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. കാര്യങ്ങൾ താത്തിട്ടവരെല്ലാം സന്തോഷമില്ലാത്തവരാ. ഓക്കെ, അപ്പോൾ ബഹുസന്തോഷത്തോടുകൂടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ അവർ ദൈവത്തിന്റെ വചനം അക്സെപ്റ്റ് ചെയ്യാൻ ഇടയായിരുന്നു. അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ സന്തോഷം ഉണ്ടായി. അവരുടെ 2-ാമത്തെ പ്രത്യേകത, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ബെരോവയിലെ വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, ശ്രേഷ്ഠന്മാരായി. എന്താ അവരുടെ ഉത്തമം? 2-ാമത്തെ പ്രത്യേകത, വചനം കൈക്കൊള്ളുന്നത് പൂർണ്ണ ജാഗ്രതയോടുകൂടെ. അത് വരുന്നു. അപ്പോൾ ഇവിടെ 2-ാമത് ഉണ്ടാകേണ്ട പ്രത്യേകതയാണ്, വചനം കേൾക്കുന്നത് അത് പൂർണ്ണ ജാഗ്രതയോടെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, വചനം കേൾക്കുവാൻ വരുന്നവരുടെ ഒരു പ്രിപ്പറേഷൻ, അവരുടെ ഒരുക്കം, ആ കേൾക്കുന്ന വചനം അവർ കൈക്കൊള്ളുക. എങ്ങനെ അവർ കൈക്കൊള്ളുന്നത്? പൂർണ്ണ ജാഗ്രതയോടെ.
വളരെ നല്ല സീൽ, അവർക്കൊരു എരിവുണ്ടായിരുന്നു. വചനം കൈക്കൊള്ളുവാനുള്ള എരിവ് എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുന്നവരെ നോക്കിയാൽ അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവും വചനം അവര് കേൾക്കുക. ആ മുഖത്ത് ആ പ്രത്യേകത. പല സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ കാരണം എന്നാണെന്നറിയാമോ? കൊടുക്കുന്ന വചനം തിരിച്ച് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? പലപ്പോഴും ആ വേർഡ് ആവർത്തിക്കേണ്ടി വരുന്നു. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ വചനം പൂർണ്ണ ജാഗ്രതയോടെ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ താല്പര്യമുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തോടെയാണോ അവർ ഏറ്റെടുക്കുന്നത്? ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ അവർക്ക് ഒരുക്കമുണ്ട്. അതിന് യാതൊരു മടി. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇവർ എന്ത് ചെയ്തു എന്നുള്ളത് താഴെ പറയുന്നു. അപ്പൊ പൂർണ്ണ ജാഗ്രതയോടുകൂടെ ദൈവവചനം കൈക്കൊണ്ടത് മാത്രമല്ല, പിന്നെ അത് നമ്മുടെ പാട്ടിൽ വീട്ടിൽ ചെന്നുണ്ടാകേണ്ട ഒരു ചുമതലയാ. ആലയത്തിൽ വെച്ചല്ല. ആലയത്തിൽ വെച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ ചെന്നിട്ടുണ്ടാകേണ്ട ഒരു പ്രത്യേക സ്വഭാവം അത്. എന്താണെന്നറിയാം? വീട്ടിൽ ചെന്നാവും നോക്കണ്ട, ഈ പുള്ളി പറഞ്ഞതൊക്കെ തിരുവഴുത്തില് പറഞ്ഞത്. ഞാൻ ആദ്യം 2 പോയിന്റും വെട്ടിക്കളയുക കേട്ടോ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, കേൾക്കുന്ന വചനം എങ്ങനെ കൈക്കൊള്ളണം? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ, 2 പൂർണ്ണ ജാഗ്രതയോടെ. എന്നാൽ ഇതൊക്കെ കൈക്കൊള്ളുമ്പോഴും ഇത് എന്ത് പറഞ്ഞാലും കണ്ണുമടച്ചെടുക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എല്ലാം ഓ പറയാനല്ല ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. അവിടെ നിൽക്കുന്നത് എത്ര വലിയ ദൈവദാസനായിരുന്നാലും വീട്ടിൽ ചെന്നിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കണം, ഈ പറഞ്ഞതിനകത്ത് വല്ല കള്ളമുണ്ടോ വല്ല സത്യമാൻ തന്നെയാണോ എന്ന് പറഞ്ഞാൽ തിരുവഴുത്ത് ശോധന ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ 2 നല്ല ക്വാളിറ്റിയും നമ്മളെ മിസ്ലീഡ് ചെയ്യും. ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ വേർഡ്. ഈ 2 ക്വാളിറ്റിയാണ് വചനം അക്സെപ്റ്റ് ചെയ്യുവാൻ കേൾക്കുന്നവർക്ക് ഉണ്ടാവേണ്ടത്. ഈ ക്വാളിറ്റി അവർക്കുണ്ടെങ്കിലും ഈ 3ാമത്തെ കാര്യം അവർ ചെയ്യുന്നില്ല എങ്കിൽ, തിരുവഴുത്തിൽ അപ്രകാരം തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, ഇത് തന്നെയാണോ എന്ന് ശോധന ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ചില കണക്കൂട്ടലോ കാര്യങ്ങളോ പറഞ്ഞിട്ട് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് കൈയടിച്ചു പോകുവാൻ അല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്ന് എഴുതപ്പെട്ട ലിഖിതങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചുരുക്കം ചില ലിഖിതങ്ങൾ തങ്ങളുടെ കരങ്ങൾ കിട്ടിയിരിക്കുമ്പോൾ അത് കേൾക്കുന്ന വചനം പൗലോസ് ആയിക്കൊള്ളട്ടെ, പത്രോസ് ആയിക്കൊള്ളട്ടെ, അത് സ്തേഫാനോസ് ആരുമായിക്കൊള്ളട്ടെ, എന്നാൽ അവർ വീട്ടിൽ കടന്നു ഒന്ന് പരിശോധിച്ച് നോക്കും, ഇത് ഇങ്ങനെ തന്നെയാണോ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. ഇല്ലായെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ വീഴ്ചയിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈ 2 ആറ്റിറ്റ്യൂഡ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ അവർ സ്വയമായിട്ട് ഒരു കാര്യം തോന്നി, ഇവൻ കളി പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ലോത്ത് അത്ര വൃത്തിയിട്ടൊരു വ്യക്തിയായിരുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, നീതിമാനായ ലോത്ത് തന്റെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ട്, ബലഹീനത വന്നു പോയിട്ടുണ്ട്, സത്യമാ. എന്നാലും സ്വർഗത്തിലെ ദൈവം അവനെ നോക്കിക്കൊണ്ട് ഒരു വേർഡ് പറയുന്നു, ഇത്രയും വൃത്തികളുടെ നടുവിൽ അവൻ ആയിരുന്നപ്പോഴും അവൻ നീതിമാനായിരുന്നു. ആ നീതിമാനായിരിക്കുന്ന ലോത്ത്, ആ ലോത്ത് കടന്നുപോയി തന്റെ മരുമക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇവൻ കളി പറയുകയാണ്. ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട്, ദൈവത്തിന്റെ അരുളപ്പാട് മനസ്സിലാക്കി കടന്നുപോയി ദൈവീയ അരുളപ്പാട് മരുമക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് കളിയാണെന്ന് തോന്നിയെങ്കിൽ അവർക്ക് സംഭവിച്ചത് ആ സോദോം ഗൊമോറയുടെ നാശത്തിൽ അവരെ നശിക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ, ഒത്തിരി പേരുടെ കാര്യം പറയുവാനുണ്ട്, 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നതാ. ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച്, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച്, ദൈവത്തിന്റെ ആലോചനയുമായിട്ട് മുൻപിൽ നിന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവൻ അമ്മായിപ്പൻ തമാശ പറയുകയാണെന്ന്. എന്തായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്? മനുഷ്യന്റെ വചനം. സാക്ഷാൽ എന്തായിരുന്നു അത്? ദൈവീയ അരുളപ്പാട്.
എന്നാൽ അവർക്കത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല ഇത് ദൈവത്തിന്റെ വെള്ളപ്പാടായിരുന്നു എന്നുള്ളത്. പകരം അത് ഭൗതിക വാക്കുകളായിട്ട് മനുഷ്യന്റെ വാക്കുകളായിട്ട് എടുത്തത് കൊണ്ട് അവർ നശിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ട, ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനത്തെ ഞാൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ഞാൻ ഏറ്റെടുക്കേണ്ടത്? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു? അവർക്ക് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം ഉപകാരപ്രദമായി വന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കാൻ ഈ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടോ ദൈവത്തിന്റെ വചനമായതുകൊണ്ട്. എന്നാൽ ഒരുമാതിരിയൊക്കെ ഒരു പുരുഷായത്തിന് ആയുസ്സിൽ എന്തെല്ലാം കേൾക്കണം അതൊക്കെ നിങ്ങൾ കേട്ടും പഠിച്ചിരിക്കുന്നവരാ. ഇനി കൂടുതലൊന്നും പഠിക്കണ്ടെന്നല്ല, എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചോളെ, ഈ കേട്ട വചനമൊക്കെ വിശ്വാസമായി പരിണമിച്ചിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ആരായിരുന്നു? മനസ്സിലായല്ലോ? ഞാനും നിങ്ങളും ആരോടാ സംസാരിക്കുന്നത്? നമ്മോട് തന്നെ. എന്താ വിഷയമെന്ന? വിശ്വാസമായി പരിണമിക്കുന്നില്ല. വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം കേൾക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമല്ല, വചനം കേട്ട് അവിടെ ഇരിക്കുക. അത് മനസ്സിലാക്കുവാനോ ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരുവാനോ അവർക്ക് സാധ്യമായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് അസ്വസ്ഥതയിൽ കടക്കുവാനായിട്ട് അവർക്ക് സാധ്യമായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വചനം വിശ്വാസമായി പരിണമിക്കുമ്പോൾ എന്തായിരിക്കും വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അതിൻ്റെ ഫലം വെളിപ്പെടുത്തുന്നതിനെ ചെയ്യും. ഒരു വിശ്വാസമായി പരിണമിക്കുന്ന ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 100% അതിൻ്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്തും. ഒരു വാക്യം വായിച്ചാൽ യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 20-26 വാക്യം. വിശ്വാസമുണ്ട്, പക്ഷെ എന്തോ ഇല്ലെന്നറിയാമോ? പ്രവൃത്തിയില്ല. വിശ്വാസത്തിന്റെ കുഴപ്പമല്ല ഇവിടെയുള്ള, വിശ്വാസമില്ലെന്നല്ല, പക്ഷെ എന്തോ ഉണ്ട്? വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ല. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എന്തോ ഉണ്ട്? ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. ഒരു 26-ാമത്തെ വാക്യം കൂടെ, നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത. അപ്പോൾ വിശ്വാസത്തിൽ പ്രവൃത്തിയില്ലെങ്കിൽ എന്തില്ല? നിർജീവമാ, അചത്തത. അത് ആ വിശ്വാസത്തിൽ യാതൊരു ഗുണവുമില്ല. എന്റെയും നിങ്ങളുടെ ഉള്ളിൽ കർത്താവായ യേശു വിശ്വസിക്കുന്നുവോ അതിന് പ്രവൃത്തി ഉണ്ടാകണം. നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവോ അതിന് പ്രവൃത്തി ഉണ്ടാക്കണം. യേശു സൗഖ്യമാക്കുവാൻ ശക്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ ഒരു പ്രവൃത്തി ഉണ്ടാകണം. യേശു വിടുവിക്കുന്ന ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒരു പ്രവൃത്തി ഉണ്ടാകണം. എന്താ ഞാൻ വിശ്വസിക്കുന്നത്? അതിനനുസൃതമായിട്ടൊരു പ്രവൃത്തി ഇല്ല എങ്കിൽ ഞാൻ എത്ര വിശ്വസിച്ചാലും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, Psalm 109 verse number 11. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിനോ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, വചനം ഹൃദയത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് എന്താ വരുന്നത്? പാപം ചെയ്യാതിരിക്കേണ്ടതിനോ. ഞാൻ അവസാനമായിട്ട് കൺകൂടിയ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരിക, അത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കൊലോസ്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, Colossians chapter 3 verse 16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം എല്ലാം പറഞ്ഞാൽ ഐശ്വര്യമായി, ശക്തിയോടെ പറഞ്ഞാൽ ഐശ്വര്യമായി, ഒന്നുകൂടെ പറഞ്ഞാൽ ഐശ്വര്യമായി. എവിടെ? നിങ്ങൾ വായിച്ചാട്ട്. എവിടെ? നിങ്ങളിൽ വസിക്കട്ടെ. എവിടെ വസിക്കണം? നമ്മളിൽ. എങ്ങനെ വസിക്കണം? എങ്ങനെ വസിക്കണം? സകല ജ്ഞാനത്തോടും എൻ്റെ വേർഡ് ജ്ഞാനവും അതൊക്കെ വിവേകമൊക്കെ വേണം, പക്ഷെങ്കിൽ ഐശ്വര്യമായി എന്ന് പറഞ്ഞാൽ 2 വാക്യം കാണാപ്പാടം പഠിച്ചുകൊണ്ടല്ല ക്രിസ്തീയം നടക്കേണ്ടതെന്ന്. ഐശ്വര്യമായി, സമർത്ഥമായി,
ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിക്കുക. എന്തിനാ അവിടെ പറയുന്നത്? എന്ത് ചെയ്യാൻ അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ എന്ത് കിട്ടും? കർത്താവായ യേശു ക്രിസ്തു ഒരത്ഭുത പ്രവൃത്തിയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 30 വർഷക്കാലം മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. ഒരിക്കൽ കർത്താവായ യേശുവിനെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചു. യേശുവും ശിഷ്യന്മാരും അമ്മ എല്ലാം കൂടെ പോയി. ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകമായ വിഷയം, വീഞ്ഞില്ലായിരുന്നു. അമ്മ വന്ന് മോനോട് ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, അവർക്ക് വീഞ്ഞില്ല. ആ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്തോ, എൻ്റെ നാഴിക വന്നിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ചെന്നിട്ട് ആ വീട്ടിലെ വേലക്കാരോട് ഒരു വീട് പറഞ്ഞേച്ചു പോയി. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, എവിടുന്നാ മറിയോ നിനക്ക് ഈ അരുളപ്പാട് കിട്ടിയത്? അവൻ എന്തെങ്കിലും പ്രവൃത്തി നിനക്ക് എവിടുന്നാ ഇത് മനസ്സിലായത്? ഇന്നുവരെ ഒരത്ഭുതം ചെയ്തിട്ടില്ല, ഇന്നുവരെ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ടില്ല. എന്നാൽ മറിയെ നിനക്കെങ്ങനെ മനസ്സിലായി? അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ, അവനെ കൊണ്ട് മിറക്കിൾ ചെയ്യുവാൻ സാധിക്കും. നിനക്കെങ്ങനെ മനസ്സിലായി? മറിയയ്ക്ക് മനസ്സിലാൻ കാരണം, മറിയെക്കുറിച്ച് പറയുന്നു, കേട്ടതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സംഗ്രഹിച്ചത്, തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമായിരുന്നത് ഫലം കാണുവാൻ സാധ്യമാകാതിരിക്കുന്ന സ്ഥാനത്ത് ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമായി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എന്നിൽ ഐശ്വര്യമായി വസിക്കുന്നുവെങ്കിൽ ഫലം കാണത്തില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് ഫലം കാട്ടുവാൻ എന്റെ ദൈവം ശക്തൻ. നിങ്ങൾ പോലും അറിയത്തില്ല എന്ത് പ്രവർത്തിക്കണമെന്നോ. എന്നാൽ ദൈവത്തിന്റെ നല്ല ആത്മാക്കൾ, കുഞ്ഞെ, നീ മുൻപോട്ട് പോകും, നിനക്കത് ചെയ്യുവാൻ സാധിക്കും. നീ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ ഞാൻ റിസീവ് ചെയ്യുക, ദൈവത്തിന്റെ വചനത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടോ മനുഷ്യന്റെ വചനമായിട്ടല്ല. അത് എങ്ങനെ ഞാൻ കൈക്കൊള്ളണം? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ, ഒരു വലിയ എൻകറേജ്മെന്റോടുകൂടെ, ഒരു വലിയ ഉറപ്പോടുകൂടെ ആ വചനം ഞാൻ കൈക്കൊള്ളുമ്പോൾ, ആ വചനത്തെ ഞാൻ ശോധന ചെയ്ത് ദൈവം എന്നോട് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിൽ ഫെയ്ത്തായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തു മധ്യദാസ കടന്നു വരുമ്പോൾ നല്ലവനെ, നല്ല ദാസനെ, ദാസി എന്നുള്ള ഇന്ദ്രമീയ സ്വരം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവർ, മറിയ ആക്ട് ചെയ്തതുപോലെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിച്ചാൽ അന്നത് പ്രവർത്തിക്കുവാനുള്ള മുഖാന്തരമായി മാറ്റപ്പെടും. അന്ന് പ്രവർത്തിക്കുവാനുള്ള മുഖാന്തരമായി തീരും. ഇന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അന്ന് അത് നമുക്കൊരു വലിയ അനുഗ്രഹമായി തീരും. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ.